താളത്തിൽ കോശങ്ങൾ മരിക്കുന്നു, പുതിയ കോശങ്ങൾ വരുന്നു. എല്ലാ അവയവങ്ങളിലും കണ്ണിലെ കൃഷ്ണമണി ലെൻസും തലച്ചോറിലെ കോശങ്ങളും മാത്രമാണ് ദീർഘകാലം മരണമില്ലാതെ ജീവിക്കുന്നത്. എൻ്റെ തലച്ചോറിന് കേടുപറ്റിയാൽ തിരിച്ചു പണിതെടുക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ടാണ് ഇതിന് എത്രക്ക് വലിയ ചിരട്ടയൊക്കെ വെച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ വെള്ളമൊക്കെ ഒഴിച്ചൊരു അതിനുള്ളിലാണ് തലച്ചോറിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഷെയ്ക്ക് എവിടെയെങ്കിലും മുട്ടിയാൽ ഷെയ്ക്ക് അവിടെ ബാധിക്കരുത്. ഇപ്പൊ നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്നു ശരീരം. ഇപ്പൊ ഇവിടെ നിന്ന് പൂച്ച മാന്തി പെയിന്റ് കുറെ പോയെന്ന് വെക്കുക, ഒന്നും ചെയ്യുന്നില്ല. എന്ത് സംഭവിക്കും? ഓരോ വർഷം കൊണ്ട് പോയി പൂച്ച, എന്ത് സംഭവിക്കും? ചോര വരും. പിന്നെ തനിയെ ചോര നിൽക്കും, ചോര കട്ടുപിടിക്കും. പിന്നെ തനിയെ പുതിയ കോശം കൊണ്ട് ഒന്നും അറിയാത്ത രീതിയിലാക്കി അത് കൂട്ടിത്തരും. മരുന്ന് തേച്ചാലോ പോലീസുകാർക്ക് നിങ്ങളുടെ അടയാളം വെച്ച് പദ്ധതി വാർത്ത കൊടുക്കാം. കവിളിൽ പൂച്ച മാന്തിയ പാടുള്ള ലക്ഷ്മി കണ്ടവരുണ്ടോ? ഒരു മരുന്നും തേക്കുന്നില്ല എങ്കിൽ ഒരു പാടില്ലാത്ത രീതിയിൽ തുന്നി ചേർത്ത് വിളക്കി ചേർത്ത് തരും. ശരീരം സ്വയം ജനിച്ചു. കണ്ണിൽ കാണാൻ വയ്യാത്ത കോശത്തിൽ നിന്ന് കരളും ഹൃദയവും വൃക്കയും കുടലും ദഹനേന്ദ്രിയങ്ങളും തലച്ചോറും അസ്ഥി മജ്ജ മാംസാദികളും ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ ഹൃദയം ഉണ്ടാക്കിയ ആ മഹാശക്തി വിശേഷത്തിന് ഹൃദയത്തിലുണ്ടാകുന്ന ചെറിയ കേടുപാടുകൾ നീക്കാൻ പറ്റാതെ വരുമോ? അറിയാൻ പാടില്ലാതെ വരുമോ? ഇത് മൊത്തം ഉണ്ടാക്കിയ ശരീരത്തിനെ ആ പ്രാണന് ഇതിൻ്റെ ഒരു ചെറിയ കേട് നിർത്താൻ പറ്റാതെ വന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് മെഡിക്കൽ ലോബിക്ക് നമ്മുടെ രീതികൾ ഒട്ടും ഇഷ്ടപ്പെടാതെ വരുന്നതിൻ്റെ അടുത്ത ഭാഗം. ശരീരം സ്വയം ഉണ്ടായതാണ്. കണ്ണിൽ കാണാൻ വയ്യാത്തതിൽ നിന്ന് പെരുകി പെരുകി മഹാപെരുക്കത്തിൽ കോടികളായി പെരുകി പെരുകി കാണപ്പെടുന്നതായി തീർന്നതാണ്. ഇതിനുള്ളിലുള്ള എല്ലാം ആ ആദ്യ കോശത്തിനുള്ളിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് ശരീരം തന്നെ മഹാനിദ്രയിൽ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് വളർത്തിയെടുത്തു. ലക്ഷക്കണക്കിന് ഡോളർ മുടക്കിയാണ് ലോകമൊട്ടാകെയുള്ള ഡോക്ടർമാരെ ബോധവൽക്കരിക്കാൻ. ആന്റിബയോട്ടിക് ഉപയോഗിച്ച് ആകെ ലോകത്തെ ജീവിവർഗങ്ങളെല്ലാം അപകടത്തിലായി. തിരിച്ച് മനുഷ്യന്റെ രോഗങ്ങൾ ആന്റിബയോട്ടിക് ഉപയോഗിച്ചാലും മാറാത്ത രീതിയിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള സൂപ്പർ ബഗുകൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ശാസ്ത്രം ഭയക്കുന്നത്, കറച്ചു നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവുണ്ടെങ്കിൽ ഈ കൃത്രിമ ഗുളികയ്ക്ക് പോകണോ അതോ നാച്ചുറലായ പ്രകൃതിയുടെ ഗുളികയ്ക്ക് വരണോ? ഏതാ വിവേകം? നാച്ചുറലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വേറെ രോഗങ്ങൾ അധികം ഉണ്ടാവില്ല. ഉള്ള രോഗം കൂടെ മാറും, നിങ്ങളുടെ മലബന്ധം മാറും. ഇരുമ്പ് ഗുളിക കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ മോർ ദാൻ ഡയറിയ എന്നും കൂടി ഉണ്ട്. അതേ വിട്ടുപോയി. വയറിളക്കം ഉണ്ടാകും, മലബന്ധം ഉണ്ടാകും. വയറിളക്കത്തേക്കാൾ കൂടുതൽ ആളുകൾക്ക് മലബന്ധം ഉണ്ടാകുക എന്നാണ് അതിന്റെ സൈഡ് എഫക്ട്സ് പറയുന്നത്. ഈ മറ്റൊരു ചോദ്യം, നമ്മുടെ മരുന്ന് കമ്പനികൾക്ക് ഇരുമ്പ് ഗുളിക ഉണ്ടാക്കാനുള്ള ഇരുമ്പ് എവിടെ നിന്ന് കിട്ടിയത്? മരുന്ന് കമ്പനികൾക്കും ഇരുമ്പ് കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്. മുരിങ്ങച്ചെടിക്ക് ഇരുമ്പിന്റെ അംശം എവിടെ നിന്ന് കിട്ടുന്നു? മണ്ണിൽ നിന്ന് തന്നെയാണ്. അപ്പൊ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിന്റെ അംശങ്ങൾ എടുത്ത് ഇരുമ്പ് ഗുളിക ഉണ്ടാക്കി കഴിച്ചാൽ കരളിന് കേട്, വൃക്കയ്ക്ക് കേട്, മലബന്ധം ഇല്ലാത്ത മുഴുവൻ കുഴപ്പമാണ്. അതേസമയം മുരിങ്ങച്ചെടി വലിച്ചെടുത്ത് ഇലയിലൂടെ തന്നത് കഴിച്ചാലോ? ഇതാണ് കൃത്രിമ ഗുളികകളും പ്രകൃതിയുടെ രീതികളും സ്വീകരിക്കുമ്പോഴുള്ള വിവേകം. അപ്പൊ നമുക്കൊരു രോഗാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മൂലകങ്ങളുടെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ കൃത്രിമമായ സാധനത്തിന് പോകുമ്പോൾ അതിൻ്റെ നിരവധി ദോഷങ്ങളും കൂടി അനുഭവിക്കേണ്ടതായി വരും. അതേസമയം മഗ്നീഷ്യത്തിൻ്റെ കുറവാണോ
മഗ്നീഷ്യം കൂടുതലുള്ളത് എവിടെയാണ്? പൊട്ടാസ്യം കൂടുതലാണോ? സോഡിയം കുറവാണോ? അതിനെല്ലാം അനുസരിച്ചുള്ള പ്രകൃതി ഗുളികകളുണ്ട്. ഇപ്പൊ വൈറ്റമിൻ സിയുടെ പ്രകൃതി ഗുളിക ഏതാ? നെല്ലിക്ക, ചെറുനാരങ്ങ. അത് ഗുളികയാകുമ്പോ നമുക്ക് 10 ദിവസം കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. ഇതാണെങ്കിൽ 15 ദിവസം എടുത്ത് വരും. പക്ഷെ ഈ ഗുളികയിലുണ്ടാകുന്ന, മരുന്നിലുണ്ടാകുന്ന മാറ്റം വളരെ പെട്ടെന്ന് ഉണ്ടാകും, പെട്ടെന്ന് തന്നെ താഴെ പോവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഈ രീതിയിലാണെങ്കിൽ മുരിങ്ങയില കഴിച്ചു അങ്ങനെ പതുക്കെ ആണെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്, അതവിടെ മാറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു ആസ്തുമയുടെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ട് വരുന്നു, ആസ്മ വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളൊരു 40 മിനിറ്റ് കൊണ്ട് ആസ്മക്കാരെ ശാന്തരാക്കും, താൽക്കാലിക സമരം. അതേസമയം നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിലോ വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ആൾ ആശ്വാസത്തിലാവും. ഇവിടെ ആവുമ്പോൾ 40 മിനിറ്റ് എടുക്കും. അവിടെ ആ ഇൻഹേലേഷൻ എടുക്കുന്നത് കൊണ്ട് ആ കെമിക്കൽ ചെന്ന് ശ്വാസകോശങ്ങളെ പെട്ടെന്ന് വികസിപ്പിക്കും, ആശ്വാസം ഉണ്ടാവും. പക്ഷേ ആ കെമിക്കലുകൾ ഈ ശ്വാസകോശങ്ങളിലെ അതിലെല്ലാം ഒട്ടിച്ചേർന്ന് അതിനെ പതുക്കെ ദ്രവിപ്പിച്ച് അതിൻ്റെ മ്യൂക്കോസ മെംബ്രെയിനൊക്കെ പതുക്കെ ഒഴുക്കിക്കളഞ്ഞ് അതിനെ വികസിക്കാനും ചുരുങ്ങാനുമുള്ള ഇലാസ്തികതയെ കുറയ്ക്കും, ഇല്ലാതാക്കും. കുറെ കഴിയുമ്പോൾ ഇത് ഒരു ദിവസം ഒരു നേരം എടുക്കുന്നവർ 2 നേരം 3 നേരം എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ആളാകെ ചീർക്കും, കിഡ്നിക്കും കരളിനും എല്ലാം കേടുവരും. ഇവിടെ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആളുടെ BP ഒന്ന് നോക്കും. BP വലിയ കുഴപ്പമില്ലെങ്കിൽ 2 കാലും ഒരു ബക്കറ്റിലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കും. ചൂടുവെള്ളത്തിൽ കാലിറക്കി വെക്കുമ്പോൾ ഞങ്ങൾ തലയിൽ ഒരു നനഞ്ഞ തുണി വയ്ക്കും, അല്ലെങ്കിൽ തലയൊന്ന് കഴുകിയിട്ടാ വയ്ക്കുക. ആ ചൂട് കൊണ്ട് പതുക്കെ നാഡീ ഞരമ്പുകൾ വികസിക്കാൻ തുടങ്ങും. അങ്ങനെ കയറി ആ ചൂട് വരാൻ 40 മിനിറ്റ് എടുക്കും. അത് വന്ന് ശ്വാസകോശം വികസിച്ചാൽ ആസ്മ അന്നേരം മാറും. ബാക്കി നമുക്ക് ആസ്മക്കാർക്ക് ഒരു 20-21 ദിവസമൊക്കെ വേണ്ടി വരാറുണ്ട്. ആദ്യം അവർക്ക് ശ്വാസമുട്ടല്ല തുടങ്ങുന്നത്, ആദ്യം അവരുടെ അടിയാണ് കൂട്ടണത്. വയറ്റിന്ന് പോകണം. ആ വയറ്റിന്ന് മുട്ടിക്കഴിഞ്ഞാൽ, അടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൈഡ് മുട്ടാതിരിക്കുമോ? സൈഡൊക്കെ വീർത്ത് മുട്ടും, പിന്നെ മേലെ മുട്ടും. ഉള്ളു ശുദ്ധിയായി കഴിയുമ്പോ, ഡൈജസ്റ്റീവ് സിസ്റ്റം ശുദ്ധിയായി കഴിയുമ്പോ, ആവശ്യത്തിന് വായു എടുക്കാവുന്ന രീതിയിൽ ശ്വാസകോശങ്ങൾ ആശ്വാസത്തിലാകുമ്പോ പതുക്കെ ആസ്തമ വിട്ട് മാറും. ഒരിടത്തും മാറാത്ത ആസ്തമ നമുക്ക് മാറുന്നത് അങ്ങനെയാണ്. ഒരിടത്തും മാറാത്ത നിരവധി രോഗങ്ങളാണ് നമുക്ക് മാറുന്നത്. അത് നമ്മുടെ അത്ഭുതം കാണിച്ചിട്ടോ, നമ്മുടെ ചികിത്സയുടെ മഹാത്മ്യം കൊണ്ടോ, നമ്മുടെ ഡോക്ടർ ഗംഭീരനായതുകൊണ്ടൊന്നുമല്ല. വരുന്ന രോഗിയുടെ ശരീരത്തിലെ പ്രാണന് പണിതെടുക്കാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്.